രാഷ്ട്രീയ മതരംഗത്തെ പ്രഗത്ഭരുടെ സാന്നിധ്യത്തിൽ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ നടത്തുന്ന വടംവലി ശരിയായ രീതിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പള്ളികളും കെട്ടിടങ്ങളും പണിയുന്നതിനു പകരം മാനുഷ്യമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജീവിത സ്വഭാവം ഉണ്ടാവണമെന്ന് മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ പ്രസിദ്ധ ദൈവശാസ്ത്ര പണ്ഡിതനായ പീറ്റർ മീഡൻ സുവിശേഷ പ്രസംഗം നടത്തി. പമ്പ മണപ്പുറത്ത് നടക്കുന്ന കൺവെൻഷനിൽ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായുള്ള പ്രതിഷ്ഠാ ശുശ്രൂഷയാണ് നടക്കുക. തിരുവചന പഠനത്തിലൂടെ വ്യക്തിയും സഭയും നവീകരിക്കപ്പെടുക എന്നതാണ് കൺവെൻഷൻ ലക്ഷ്യമിടുന്നത്. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ, കേന്ദ്രമന്ത്രി ശശി തരൂർ, മന്ത്രിമാരായ PJ ജോസഫ്, അനൂപ് ജേക്കബ്, ആന്റോ ആന്റണി MP, MLA-മാരായ K ശിവദാസൻ നായർ, മാത്യു ടി തോമസ്, PC വിശ്വനാഥ്, രാജു എബ്രഹാം തുടങ്ങിയവരും മാർത്തോമാ സഭയ്ക്ക് പുറത്തുനിന്നുമുള്ള ബിഷപ്പുമാരും വൈദികരും കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ വൈദികർ പ്രഭാഷണം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നീതിയിലധിഷ്ഠിതമായ ഒരു ഭരണകൂടം രാജ്യത്തുണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇക്കുറി മരാമൺ കൺവെൻഷൻ തുടക്കമായത്. കൺവെൻഷൻ നടക്കുന്ന പമ്പ മണൽ തീരത്ത് നിന്നും ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം യു ഷൈജു, മീഡിയ 1.